തപാൽ വോട്ട് പൊട്ടിച്ച് തിരുത്തിയെന്ന മുതിർന്ന CPIM നേതാവ് ജി സുധാകരന്റെ വിവാദ പ്രസംഗത്തിൽ കേസെടുത്തു. ആലപ്പുഴ സൗത്ത് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. മനീഷ്, ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? വിവരങ്ങൾ എങ്ങനെയാണ്? പ്രവിത, നിലവിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയായിരുന്നു. ഇതിന്റെ നിയമ ഉപദേശം ലഭിക്കാനുള്ള കാലതാമസം, അത് പോലീസിന് ലഭിക്കേണ്ട താമസം ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ്, അത് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ പോലീസ് ജി സുധാകരനെതിരെ നിലവിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ വകുപ്പുകൾ ചുമത്തിയിട്ടുള്ളത് IPC 465, 468, 471. ഒപ്പം തന്നെ 1951 പ്രാബല്യത്തിൽ വന്ന ജനപ്രാതിനിധ്യ നിയമം, അത് 1988 അത് ഭേദഗതി ചെയ്തിരുന്നു. അതിലെ 135, 135A, 136, 128 എന്നീ വകുപ്പുകളാണ് ജി സുധാകരനെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇതിന്റെ FIR പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്, അതായത് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി 14-ാം തീയതി കഴിഞ്ഞ 14-ാം തീയതി ആലപ്പുഴ ലിയോ 13 സ്കൂളിൽ വെച്ച് നടന്ന മുൻകാല നേതാക്കളുടെ സംഗമ സമ്മേളന പ്രസംഗത്തിനിടെ 1989 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ദേവദാസ് എന്ന സ്ഥാനാർത്ഥിക്കായി ജീവനക്കാരിൽ നിന്നും കൈപ്പറ്റിയ പോസ്റ്റൽ വോട്ടുകൾ അടങ്ങിയ കവറുകൾ പൊട്ടിച്ച് കൃത്രിമം നടത്തിയതായി മുൻ മന്ത്രി കൂടിയായ ജി സുധാകരൻ വെളിപ്പെടുത്തി എന്നുള്ളത് സംബന്ധിച്ചാണ് ഈ കേസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് എന്ന രീതിയിൽ ആലപ്പുഴ സൗത്ത് പോലീസ് മുൻ മന്ത്രിയും കമ്മ്യൂണിസ്റ്റ് നേതാവും CPMന്റെ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ജി സുധാകരനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പക്ഷേ സാധാരണഗതിയിൽ 36 വർഷങ്ങൾക്ക് മുൻപ് ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ തെളിവ് ശേഖരം പോലീസിനെ സംബന്ധിച്ച് ദുഷ്കരമാണ്. അതുകൊണ്ട് തന്നെ തെളിവ് ശേഖരണത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ലഭ്യമായാൽ മാത്രമേ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കൂടി നീങ്ങുകയുള്ളൂ. സാധാരണഗതിയിൽ തപാൽ വോട്ടുകളൊക്കെ തന്നെ രേഖപ്പെടുത്തിയാൽ ആ വർഷം, ആ തെരഞ്ഞെടുപ്പ് നടന്ന വർഷം കഴിഞ്ഞ് അടുത്ത 5 വർഷം വരെ അത് ട്രഷറിയിൽ സൂക്ഷിക്കുന്ന പതിവുണ്ട്. അത്തരത്തിലുള്ള ഈ തെരഞ്ഞെടുപ്പിന്റെ സാമഗ്രികളൊക്കെ തന്നെ 5 വർഷവും സൂക്ഷിച്ചിരിക്കും. പക്ഷേ അത് കഴിഞ്ഞുള്ള ഹാർഡ് കോപ്പികളൊന്നും പിന്നീട് 5 വർഷത്തിന് ശേഷം ഒന്നും പിന്നീട് അത് ലഭ്യമാകുന്നില്ല. ആ സമയത്തൊന്നും കമ്പ്യൂട്ടറൈസ്ഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന്റെ സോഫ്റ്റ് കോപ്പികൾ ലഭ്യമല്ല. അങ്ങനെ സോഫ്റ്റ് കോപ്പികൾ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ അതിന്റെ മറ്റു കടലാസോ സാമഗ്രികളോ ഒന്നും കിട്ടാത്ത സാഹചര്യത്തിൽ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട സുധാകരൻ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുമായി ബന്ധിപ്പിക്കുന്ന, അതിനെ സാധൂകരിക്കുന്ന തെളിവ് ശേഖരണം ദുഷ്കരമാണ്. ഇനി കേസെടുത്താൽ അത് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിലെ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തെളിവുകൾ ലഭ്യമാകാത്ത സാഹചര്യത്തിൽ പോലീസിന് മുന്നിലുള്ള പോംവഴി എന്താകും? പോലീസിന് മുമ്പിലുള്ള പോംവഴി ഇത് സംബന്ധിച്ചുള്ള മൊഴിയെടുപ്പാണ്. അന്ന് ആ സമയത്ത് മത്സരിച്ച സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് പാർട്ടിയുടെ കമ്മിറ്റികളുടെ സെക്രട്ടറികളായി പ്രവർത്തിച്ച ആളുകളൊക്കെ തന്നെ ഉള്ള ആളുകളൊപ്പം തന്നെ അന്ന് ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ. പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി, ആ സമയത്ത് ഉണ്ടായിരുന്ന ആളുകളിൽ പലരും 1989 36 വർഷങ്ങൾക്ക് മുൻപാണ്, പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഇന്ന് ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളവരാകട്ടെ പലർക്കും ഓർമ്മക്കുറവും മറ്റു കാര്യങ്ങളും ഉള്ളതാണ്. അതുപോലെ തന്നെ ഈ ജി സുധാകരൻ നടത്തിയ ഒരു വെളിപ്പെടുത്തലിനോട് അനുബന്ധിക്കുന്ന തരത്തിൽ അങ്ങനെ ഒരു കൃത്രിമം നടന്നതായി ആരും തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് അന്നത്തെ 89-ലെ അന്ന് മത്സരിച്ച സ്ഥാനാർത്ഥി KV ദേവദാസ് തന്നെ ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒന്നും സംഭവിക്കാനേ സാധ്യതയില്ല. ഒപ്പം തന്നെ CPMന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയും അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം, അങ്ങനെ അട്ടിമറിക്കുന്ന പാരമ്പര്യം, അങ്ങനെ ഒരു സംഭവം, അല്ലെങ്കിൽ അന്ന് ഏതെങ്കിലും തരത്തിലുള്ള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയോ അന്ന് ഏതെങ്കിലും പരാതി ഉണ്ടാവുകയോ അങ്ങനെ എന്തെങ്കിലും മാധ്യമ വാർത്തകളോ പോലും അന്ന് 1989 തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. ആരും മറ്റു പ്രതിപക്ഷ പാർട്ടികളോ ഒന്നും ആരോപണം ഉന്നയിച്ചതുമില്ല. അന്നും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള വക്കം പുരുഷോത്തമനായിരുന്നു. അന്ന് 2 ടേമിൽ, അതായത് അതിനു മുൻപുള്ള 2 ടേമിൽ LDF സ്ഥാനാർത്ഥി മത്സരിച്ചതിനേക്കാൾ CPMന്റെ സ്ഥാനാർത്ഥി അന്ന് KV ദേവദാസ് മത്സരിച്ച് ജയിക്കുന്നത് ഈ 2 പ്രാവശ്യത്തെക്കാൾ കൂടുതൽ വോട്ടുകൾ നേടിക്കൊണ്ടായിരുന്നു. പക്ഷെ പരാജയപ്പെടുകയും ചെയ്തു. ഇത് സംബന്ധിച്ച് യാതൊരു പരാതിയോ കേസോ ആരോപണങ്ങളോ മാധ്യമ വാർത്തകളോ ഇല്ലാത്തൊരു പശ്ചാത്തലത്തിൽ സുധാകരന്റെ വെളിപ്പെടുത്തൽ എന്ന ഇത് മാത്രമാണ് പോലീസ് പറഞ്ഞിരുന്നു. അദ്ദേഹം സുധാകരന്റെ ഈ ഒരു വെളിപ്പെടുത്തലെ തള്ളുകയായിരുന്നു അദ്ദേഹം. അതോടൊപ്പം തന്നെ സുധാകരൻ തന്നെ ഈ കാര്യം തിരുത്തി പറഞ്ഞിട്ടുണ്ട്. മാധ്യമങ്ങൾ ചമച്ചതാണ് എന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നലത്തെ പ്രതികരണം. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന്റെ മൊഴിമാറ്റം അത് കേസിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? മൊഴിമാറ്റം പോലീസ് ഇതൊരു കുറ്റസമ്മതമായി വേണമെങ്കിൽ FIR തുടർ അന്വേഷണത്തിന്റെ ഭാഗമായി കൂട്ടിച്ചേർക്കപ്പെട്ടേക്കാം. കാരണം അദ്ദേഹം പൊതുമധ്യത്തിൽ നടത്തിയ ഒരു വെളിപ്പെടുത്തൽ പിന്നീട് അത് മാറ്റി പറഞ്ഞാലും അദ്ദേഹം അത് താൻ ഭാവന പറഞ്ഞപ്പോൾ അല്പം കടന്നുപോയി എന്ന പ്രയോഗം പിന്നീട് നടത്തി അതിനെ വളച്ചൊടിച്ചെങ്കിൽ കൂടി ആദ്യം നടത്തിയ പ്രസ്താവന സാങ്കേതികമായി നിയമവിരുദ്ധമായി തന്നെ നിലനിൽക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1951 പ്രാബല്യത്തിൽ വന്ന ജനപ്രാതിനിധ്യ നിയമത്തിന്റെ കടുത്ത ലംഘനമാണത്. രാജ്യത്ത്
രാജ്യത്തിന്റെ പരമോന്നത നിയമന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതാണ്, അത് ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വകുപ്പുകൾ കൂടി ചുമത്തിയിട്ടുള്ളത്. 2 തരം വകുപ്പുകളാണ് ഈ കേസിൽ പോലീസ് രജിസ്റ്റർ ചെയ്തതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതായത് പഴയ നിയമം പ്രകാരമുള്ള IPC 465, 468, 471 കൂടാതെ ജനപ്രാതിനിധ്യ നിയമമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ. 135, 135A, 136, 128 വകുപ്പുകൾ കൂടി ചുമത്തിയിട്ടുണ്ട്. പക്ഷേ ഈ കേസിന്റെ തുടരന്വേഷണം സംബന്ധിച്ച ചില അനിശ്ചിതത്വങ്ങളാണ് പോലീസിന് മുൻപിലുള്ളത്. അതുകൊണ്ട് തന്നെ സാങ്കേതികമായി കേസ് നിലനിൽക്കില്ല എന്ന് തന്നെയാണ് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു പരാതി, ഇങ്ങനെ ഒരു ആക്ഷേപം വന്ന സ്ഥിതിക്ക് അത് നിയമപരമായി തന്നെ കേസ് എടുക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കേസ് എടുത്തതെന്നാണ് നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. പക്ഷേ ഇതിന് സംബന്ധിച്ച് നിയമ ഉപദേശം കൃത്യമായി ലഭിച്ചിട്ടുണ്ട്. ഒരു ദിവസത്തോളം എടുത്ത നിയമോപദേശ ശേഷമാണ്, അതായത് ഇന്നലെ ഇതേ സമയത്തായിരുന്നു സംസ്ഥാനത്തെ ചീഫ് ഇലക്ഷൻ ഉദ്യോഗസ്ഥൻ കമ്മീഷണർ ഇത് സംബന്ധിച്ച് ആലപ്പുഴ ജില്ലാ കളക്ടർക്ക്, വരണാധികാരിയായിട്ടുള്ള ജില്ലാ കളക്ടർക്ക് ഇത് സംബന്ധിച്ച് കേസെടുക്കാനുള്ള നിർദ്ദേശം നൽകിയതും അദ്ദേഹം നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അമ്പലപ്പുഴ തഹസിൽദാരോട് ജി സുധാകരന്റെ മൊഴി ഇന്നലെ തന്നെ രേഖപ്പെടുത്തി. അതിനുശേഷം ഒരു ദിവസത്തോളം താമസിച്ചാണ്, അത് ഒരു ദിവസത്തോളം നിയമ ഉപദേശം ലഭിച്ചു ഇതിന്റെ സാങ്കേതികത്വം പൂർണ്ണമായി പരിശോധിച്ച ശേഷമാണ് ഏതൊക്കെ വകുപ്പുകൾ ചുമത്താമെന്ന രീതിയിലുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ജി സുധാകരനെതിരെ ഇപ്പോൾ എന്താണെങ്കിലും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നിലവിൽ ജി സുധാകരൻ താമസിക്കുന്നത് പുന്നപ്രയിലെ വീട്ടിലല്ല, അദ്ദേഹം ഇപ്പോൾ ഉള്ളത് ഇവിടെ ഗസ്റ്റ് ഹൗസിലാണ്. ഈ ഗസ്റ്റ് ഹൗസിലാണ് അദ്ദേഹം, ക്യാമറ ദൃശ്യങ്ങളൊന്നും, അദ്ദേഹം താമസിക്കുന്നത് സാധാരണ പുന്നപ്രയിലെ വീട്ടിലാണ് അദ്ദേഹം ഉള്ളത്. പക്ഷേ നിലവിൽ അദ്ദേഹം ഉള്ളത് ഇവിടെ ഗസ്റ്റ് ഹൗസിലാണ്, സർക്കാർ ഗസ്റ്റ് ഹൗസിലാണ്. ഇന്ന് രാവിലെ അദ്ദേഹം എത്തിയത്. തന്റെ ഭാര്യ ഒരു ദൂരയാത്ര പോയത് കൊണ്ട് ജി സുധാകരൻ വീട് വിട്ട് ഇവിടെ എത്തിയെന്നാണ്, അതായത് വീട്ടിൽ മറ്റാരും ഇല്ലാത്തത് കൊണ്ട് തന്നെ താൻ ഇങ്ങോട്ടേക്ക് താമസം മാറ്റിയെന്നാണ് പറയുന്നത്. അദ്ദേഹം നേരത്തെയും ചില സന്ദർഭങ്ങളിലൊക്കെ തന്നെ വീട്ടിൽ ഭാര്യ എവിടെയെങ്കിലും ദൂരയാത്രയൊക്കെ പോകുന്ന ഘട്ടത്തിൽ ഇങ്ങനെ ഗസ്റ്റ് ഹൗസിൽ വന്ന് താമസിക്കുന്നത് പതിവുണ്ട്. പക്ഷേ ഇത്തവണ അതിന് മറ്റെന്തെങ്കിലും വിവാദങ്ങൾ ഒഴിവാക്കാനോ അദ്ദേഹത്തിനെ കാണാനോ മറ്റു കൂടിക്കാഴ്ചയോ മറ്റു നിയമ നടപടികളുടെ ഭാഗമായോ ഒക്കെ തന്നെ ആരെങ്കിലും എത്തുകയാണെങ്കിൽ അതിന് ഒരു മാധ്യമ ശ്രദ്ധ ലഭിക്കാതിരിക്കാനൊക്കെ തന്നെ വേണ്ടിയിട്ടാണോ എന്നുള്ള സംശയമുണ്ടെങ്കിൽ കൂടി അദ്ദേഹം നിലവിൽ താമസിക്കുന്നത് ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലാണ്. ഇത് സംബന്ധിച്ച് ജി സുധാകരന്റെ പ്രതികരണം കൂടി എടുക്കേണ്ടതുണ്ട്. കാരണം അദ്ദേഹം പൊതുവേദിയിൽ നടത്തിയ ഒരു വിവാദ പ്രസംഗം പിന്നീട് അദ്ദേഹം തന്നെ തിരുത്തിക്കൊണ്ട്, ഒരു ദിവസത്തിനകം തന്നെ തിരുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു താൻ ഒരു കാരണവശാലും ഭയപ്പെടുന്നില്ല, ഒരു കൊലക്കുറ്റമോ മറ്റോ താനൊന്നും ചെയ്തിട്ടില്ല. ഇതിനു മുൻപും തന്റെ പ്രസംഗത്തിന്റെ പേരിൽ തനിക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലൊന്നും താൻ പതറുകയില്ല എന്ന കാര്യം അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയതും ഒപ്പം തന്നെ അദ്ദേഹം നടത്തിയ പ്രസ്താവനയിൽ അദ്ദേഹം അത് വിശദീകരിച്ചുകൊണ്ട് ഏത് സന്ദർഭത്തിലാണ് താൻ അത് പറഞ്ഞത്, തന്റെ മുഴുവൻ പ്രസംഗം, 1 മണിക്കൂർ നീണ്ട പ്രസംഗം മുഴുവൻ കേൾക്കാതെ അല്പമാത്രം കേട്ടവർക്ക് തോന്നുന്ന ഒരു തെറ്റിദ്ധാരണ മാത്രമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഒപ്പം തന്നെ മാധ്യമങ്ങൾക്കും വിമർശനമുണ്ടായിരുന്നു. മാധ്യമ വാർത്തകൾ മാത്രം കേട്ട് ഒരാളെ വിലയിരുത്തരുത് എന്ന കൂടി വിമർശനം മാധ്യമങ്ങൾ കൂടി അദ്ദേഹം നടത്തിയിരുന്നു. അങ്ങനെയാണെങ്കിൽ ജി സുധാകരന്റെ പ്രതികരണം എന്താകും? ഇന്ന് തിരുവനന്തപുരത്ത് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കൂടുകയാണ്. CPMനെ സംബന്ധിച്ച് ഇത് പാർട്ടിയെ കൂടി പ്രതിരോധത്തിലാക്കുന്ന ഒരു നടപടി കൂടിയാണ് ജി സുധാകരന്റെ ഭാഗത്തുണ്ടായത്. നാളുകളായി ഇടതുപക്ഷത്തിന് ലഭിക്കുന്ന, CPM ലഭിക്കുന്ന വോട്ടുകളെ സംബന്ധിച്ച്, അവർക്ക് ലഭിക്കുന്ന ജനപിന്തുണയെ സംബന്ധിച്ചുണ്ടാകുന്ന വിശ്വാസ്യതയിലെ ചോർച്ച അത് ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ജി സുധാകരനെതിരായി ഈ ഇന്നത്തെ സെക്രട്ടേറിയറ്റിൽ എന്തെങ്കിലും പരാമർശങ്ങൾ ഉണ്ടാവുമോ എന്നതുകൂടി നോക്കി കാണേണ്ടതാണ്. മറുവശത്ത് പോലീസിനെ സംബന്ധിച്ച് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ വകുപ്പുകൾ ചുമത്തിയെങ്കിലും ഇതിന്റെ തുടരന്വേഷണം സംബന്ധിച്ച് പോലീസിന് പല കാര്യങ്ങളും, തെളിവ് ശേഖരണം അടക്കമുള്ള പല കാര്യങ്ങളും ദുഷ്കരമാണ്. അതിന് 5 വർഷത്തോളം തെരഞ്ഞെടുപ്പിന് ശേഷം സൂക്ഷിക്കുന്ന തെരഞ്ഞെടുപ്പ് സാമഗ്രികളൊക്കെ തന്നെ ഇപ്പോൾ ഇല്ലാതായിട്ടുണ്ടാകാം. അത് വീണ്ടെടുക്കുക പോലീസിനെ സംബന്ധിച്ച് അപ്രായോഗികമായിട്ടുള്ള കാര്യമാണ്. ഇനി ഇത് സംബന്ധിച്ച് എന്തെങ്കിലും കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്ത കാര്യങ്ങളോ സോഫ്റ്റ് കോപ്പി ഉണ്ടെങ്കിൽ തന്നെ അത് വീണ്ടെടുക്കുക വലിയ ഭഗീരഥ പ്രയത്നമാണ് പോലീസ് സംബന്ധിച്ച്. ഇത് അന്വേഷിക്കുന്നത് ആലപ്പുഴ സൗത്ത് CA ശ്രീജിത്താണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവിയാണ് ഇത് സംബന്ധിച്ചുള്ള നിയമ ഉപദേശം ലഭിച്ച ശേഷം ഏതൊക്കെ വകുപ്പുകൾ ചുമത്താമെന്നുള്ള ലീഗൽ അഡ്വൈസ് നൽകിയ ശേഷം ഇന്ന് ഉച്ചയ്ക്ക് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും വരുന്ന മണിക്കൂറിൽ തന്നെ CPMന്റെ ജില്ലാ സെക്രട്ടറി R നാസറിന്റെയും ഒപ്പം തന്നെ ജി സുധാകരന്റെ ഒക്കെ തന്നെ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ തേടേണ്ടതുണ്ട്. പ്രവിത.